നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. കർത്താവിൻ്റെ ജനന പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരാശയം ദൈവം മനുഷ്യരുടെ കൂടെ എന്നുള്ളതായ ആശയമാണ്. ചരിത്രപരമായി ആത്മീക ലോകത്തിൽ വളരെ വിപ്ലവകരമായ ഒരു ചിന്തയാണ് മനുഷ്യരോടൊപ്പം വസിക്കുന്ന ഒരു ദൈവം എന്നുള്ളത്. അതിനു മുമ്പ് ദൈവം വ്യത്യസ്തമായ ഒരു ലോകത്തും മനുഷ്യൻ വ്യത്യസ്തമായ മറ്റൊരു ലോകത്തും വസിക്കുന്ന രണ്ട് ധ്രുവങ്ങളിലായിരിക്കുന്ന അസ്തിത്വങ്ങളായിട്ടാണ് മനുഷ്യനെയും ദൈവത്തെയും കാണുന്നത്. എന്നാൽ ഇവിടെ ദൈവം മനുഷ്യരുടെ കൂടെ, കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഇത് മനുഷ്യന്റെ ചരിത്രപരമായ വളർച്ചയുടെ, വികാസത്തിന്റെ, സാംസ്കാരികവും ആത്മീകമായ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ആശയത്തെ നമ്മൾ കാണേണ്ടത്. ഇവിടെ മനുഷ്യരുടെ ഇടയിൽ വസിപ്പാൻ തക്കവണ്ണം ദൈവം മനുഷ്യ രൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യരോടൊപ്പം വന്ന് ജനിച്ച് വസിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ഒരു മനുഷ്യനോടൊപ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഒന്ന്, മനുഷ്യന്റെ എക്കാലത്തെയും പരാതി അവന്റെ ഏകാന്തതയും അനാഥത്വവുമാണ്. ആദ്യ വേദപുസ്തക താളുകളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യന്റെ ഏകാന്തത അവന് വ്യസനിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അവന് പറ്റിയ പങ്കാളിയെ ദൈവം സൃഷ്ടിച്ചു കൊടുക്കുന്നു. അവിടെയും മനുഷ്യന്റെ സമ്പൂർണമായ അനാഥത്വം മാറി സനാഥൻ ആകുന്നില്ല. അപ്പോഴാണ് ഒരു മനുഷ്യനെ സമ്പൂർണമായി മനസ്സിലാക്കുന്ന ദൈവമായി യേശുക്രിസ്തു നമ്മളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നു. ഹി നോസ് അവേഴ്സ്. രണ്ടാമതായി ദൈവത്തെ സംബന്ധിച്ചുള്ള ചിന്ത, അവൻ നമ്മുടെ കഴിവുകേടുകളെ അറിയുന്നു. എല്ലാ മനുഷ്യനും അവരവരുടേതായിരിക്കുന്ന കുറവുകളുണ്ട്. സമ്പൂർണ്ണ മനുഷ്യനായി നമ്മൾ ആരെയും ഈ ലോകത്തിൽ കാണുന്നില്ല. എന്നാൽ ആ കുറവുകളെ ദൈവം കൂടെയുള്ളപ്പോൾ അവനത് മനസ്സിലാക്കി നമ്മളെ കഴിവുകേടുകൾ മാറ്റി നമ്മളെ സമർത്ഥരാക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി ദൈവം നമ്മുടെ ജീവിത ലക്ഷ്യം അറിയുന്നു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യനും അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഒരു പക്ഷെങ്കിൽ മനുഷ്യന്റെ ഒറ്റയ്ക്കുള്ള പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്ന് വരികയില്ല. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നമ്മുടെ കൂടെ ഇരുന്ന് ഒരു സുഹൃത്തിനെ പോലെ, നമ്മുടെ ഒരു വെൽവിഷറിനെ പോലെ പ്രവർത്തിക്കുന്ന ദൈവം ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിക്കും എന്നുള്ളതാണ് വിശ്വാസം. നാലാമതായി എല്ലാ മനുഷ്യ ജീവിതത്തിനും ഒരു മിഷനുണ്ട്, ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും നമ്മുടെ ആലോചനകൾ കൊണ്ടും പഠനം കൊണ്ടും ഒക്കെ ഉദ്ദേശിക്കുന്നത്. അത് സാധ്യമാക്കി തീർക്കുവാൻ നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് കഴിയും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വലിയ പ്രത്യാശയായിട്ട് മാറും. അപ്പൊ ഈ ക്രിസ്മസ് നാളുകളിൽ യേശു ക്രിസ്തു നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ, ജീവിതങ്ങളിൽ വന്നു പിറക്കുകയും നമ്മുടെ കൂടെ അവനുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ ശക്തരാക്കുകയും ഈ ലോക ജീവിതം അർത്ഥപൂർണമാക്കുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ സകല ആശംസകളും നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.